ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ഈജിപ്തിന് അടയാളം. അസിറിയ രാജാവായ സർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്നു. യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ യേശയ്യയോട് അരുളി ചെയ്തു, നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസനായ യേശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാതുകനുമായി നടന്നതുപോലെ അസിറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാതുകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അവമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാകുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും, അസിറിയരോട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർക്ക് ഇതാണ് സംഭവിച്ചത്, പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.